എല്ലാം കഴിഞ്ഞ് വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി ഉറങ്ങുന്ന സമയത്താണ് ഇന്നിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മളൊരു ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. നമുക്ക് അറിയുന്ന ഒരാളും കൂടിയാണ്. എന്തായാലും ആൾക്കുള്ള മറുപടി നമ്മൾ കൊടുത്തു. പക്ഷേ ആളവിടെ വീണ്ടും പല സാധനങ്ങളൊക്കെ ഇട്ട് അതിനെ ന്യായീകരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ചോദിക്കുന്നതാണ്, ദ വീഡിയോസ് ഓഫ് ചിൽഡ്രൻ ഇൻ ഗാസ ആർ ഗിവിങ് മീ ട്രോമ എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ട്രോമ ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഹമാസ് ആ ചിത്രങ്ങൾ പുറത്ത് വിട്ടതും അത് വെച്ചുകൊണ്ട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതും. അതിൻ്റെ കള്ളത്തരമാണ് നമ്മൾ മുന്നേ പറഞ്ഞ് നമ്മൾ ഒന്നും കൂടി ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാം, മാഡത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടിയും പറയാം, വഫ ഹുസൈന് വേണ്ടിയിട്ട്. പക്ഷേ അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന നിങ്ങളൊരു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് കണ്ടിട്ട് എന്താണ് സെലിബ്രിറ്റീസ് ആരൊന്നും മിണ്ടാത്തത്, എന്താണ് ഈ നഗരത്തിന് ഇത് എന്ത് പറ്റി, ചിലയിടത്ത് ചാരം ചിലയിടത്ത് പുക, എന്താണ് ആരും ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാരണം, ഇന്ന് ഈ പറയുന്ന സാധനത്തിൻ്റെയൊക്കെ കള്ളത്തരം നാട്ടുകാർക്ക് പിടികിട്ടി. രണ്ട്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങും. കാരണം ഇവർ പുറത്ത് വിടുന്ന ചിത്രങ്ങൾ ആരെങ്കിലും ഒന്ന് റീപോസ്റ്റ് ചെയ്ത് അടുത്ത ദിവസം കാണുന്ന എന്താണ്, ഇത് യമനിലെ ഫോട്ടോ, അതല്ലെങ്കിൽ ഇത് സുഡാനിലെ ഫോട്ടോ, ഇതാണ് അവസ്ഥ എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ കഥ പറയുമ്പോഴാണ് അതിൽ മറ്റൊരു തമാശ എന്ന് വെച്ചാൽ, ഈ ഗാസയിൽ ജനിക്കുന്ന കുട്ടികളിൽ 40% കുട്ടികൾക്കും അവർ ജനിക്കുന്നത് കൺസാങ്ഗിനസ് മാരേജിലൂടെയാണ്. എന്ന് വെച്ചാൽ രക്തബന്ധം, ഈ ഫസ്റ്റ് കസിൻ മാരേജസ്, അത് തന്നെ മൾട്ടിപ്പിൾ ഇൻബ്രീഡിങ് നടത്തിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ പല ആളുകൾക്കും വളരെ റെയറായിട്ട് കണ്ടുവരുന്ന ജനറ്റിക് ഡിസീസൊക്കെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നു. അങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾ അവിടെ മരിക്കാനുള്ള സാധ്യത കൂടുന്നു, അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, ഹെൽത്ത് കണ്ടീഷൻസ് ഇഷ്ടം പോലെ ഉണ്ടാവുകയാണ്. ഇതൊക്കെ മുന്നേ തന്നെയുള്ള സ്റ്റഡീസാണ്, ഇപ്പോൾ വന്ന സാധനമൊന്നുമല്ല ഈ പറയുന്നത്. ഇത് മുന്നേ ഉള്ള അറബ് കൺട്രീസ് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു പ്രശ്നം നേരിടുന്നതാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യയും അതുപോലെയുള്ള രാജ്യങ്ങൾ. അതുപോലെ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിലേക്ക് വന്ന പാകിസ്ഥാനാണ് അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യം. അവരുടെ നാട്ടിൽ ഈ ഡേറ്റിംഗ് ആപ്പിൻ്റെ പരസ്യവാചകം തന്നെ എന്താണ്, കസിൻസ് കോ ചോടോ കോയോർ ഡൂണ്ടോ, നിങ്ങൾ കസിൻസിനെ വെറുതെ വിടൂ, വേറെ ആരെങ്കിലും പോയി പ്രേമിക്കൂ എന്ന് പറയുന്ന പരസ്യ വാചകം പോലും അവിടെ കൊണ്ടുവരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ ഫസ്റ്റ് കസിൻ മാരേജ് ഇത്രമാത്രം വ്യാപകമായി അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന വിഷയത്തിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ, അതായത് നിങ്ങൾക്കൊരു ചിത്രം പോലും കിട്ടാനില്ല, നിങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ സ്റ്റേജ്ഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ, നിങ്ങൾ അവിടെ ഈ പട്ടിണി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കേണ്ടത്, ഹമാസ് തട്ടിക്കൊണ്ടുപോകുന്ന ഒളിപ്പിക്കുന്നു, UN ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുന്നത് ഒളിപ്പിക്കുന്നു. അതുമല്ല എന്നുണ്ടെങ്കിൽ അവിടെ എയ്ഡ് അവിടെ ഉണ്ട്, ആ സാധനം അവിടെ ഡെലിവേർഡ് ആണ്, അത് കൊടുക്കാത്തതാണ് പ്രശ്നം, നിങ്ങൾ അത് അവിടെ ഒളിപ്പിച്ച് വെക്കുന്നു. ഇങ്ങനെയുള്ള പല സാധനങ്ങൾ, പിന്നെ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ കയ്യിൽ പണി തരുന്നു. ഇതെല്ലാമാണ് നമുക്കവിടെ കാണാൻ കഴിയുക. ഞാനൊന്ന് ചോദിച്ചു നോക്കുകയാണ്, നിങ്ങൾക്കൊരു പട്ടിണിയുടെ ചിത്രം കിട്ടണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സുഡാനിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ യമനിലേക്കോ പോവുക. നിങ്ങൾ വെറുതെ ക്യാമറ ഓണാക്കിയിട്ട് ചുമ്മാ ആകാശത്തേക്ക് എറിഞ്ഞാൽ മിനിമം ഒരു 100 ചിത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടും. കാരണം ചറപറ പട്ടിണിയുടെ ചിത്രങ്ങളാണ് അവിടെ നിങ്ങൾക്ക് കിട്ടാനുള്ളത്. പക്ഷേ നിങ്ങൾ ഈ ഗാസയിൽ പട്ടിണിയുടെ ചിത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രോൺ പറത്തിയിട്ട് പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. എന്നിട്ട് പിന്നെ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് മണൽ തീറ്റിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഉപ്പുവെള്ളം കുടിക്കുന്ന കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റു പല ഉടായ്പകൾ ഇറക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് നാണമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുപോലുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് ഇതിൽ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ നിങ്ങൾ? ഇതാണ് എനിക്ക് ചോദിക്കുന്നത്. ഇവിടെ സാധാരണ ചോദിക്കാറുണ്ട്, അതായത് ലവ് ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു മുസ്ലിം കുട്ടി വന്ന് ഒരു പയ്യൻ വന്ന് ഇങ്ങനെ പ്രേമിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പെട്ടുപോകുന്ന ഹിന്ദു കുട്ടികളെയൊക്കെ ഓർത്ത് എനിക്ക് സഹതാപമാണ്. ഇങ്ങനെ മണ്ടികളാണോ നിങ്ങൾ എന്ന് ചോദിക്കുന്ന പോലെ എന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളൂ. കാരണം ഇങ്ങനെ ഒരു ചിത്രം കാണിക്കുമ്പോഴേക്കും ഇതുപോലെ അതിനകത്ത് വീണു പോകാൻ മാത്രം മണ്ടന്മാരാണോ നിങ്ങൾക്ക്? ഇത്രയുള്ളോ നിങ്ങളുടെ ബുദ്ധി വളർച്ച എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടൂടെ? ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഒന്നുകൂടി കാണിച്ചു തരാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, പക്ഷേ ഒന്നുകൂടി കാണാം. ഇത് വഫ ഹുസൈനുള്ള ഒരു സന്ദേശമാണ്, വഫ ഹുസൈന് സ്നേഹപൂർവ്വം. അപ്പോൾ ഇതിൽ നമ്മൾ ചില ചിത്രങ്ങൾ, ട്രോമ ഉണ്ടാക്കിയ ചില ചിത്രങ്ങൾ, രണ്ട് ചിത്രം നമ്മൾ തൽക്കാലം എടുക്കുകയാണ്. അതിലൊന്ന് ഈ ഇടതുവശത്തുള്ള ചിത്രം, ഒന്ന് വലതുവശത്തുള്ള ചിത്രം. കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല. അമ്മാതിരി ചിത്രങ്ങളാണ്, ഭയങ്കരമായ ട്രോമയാണ്, ഒരു രക്ഷയില്ല. പക്ഷേ ഈ ചിത്രത്തിന് കുഴപ്പമുണ്ട്. കാരണം എന്താണ്? ഇത് രണ്ടും പട്ടിണി കൊണ്ടല്ല. അതേപോലെ മറ്റൊരു ചിത്രം കൂടിയുണ്ട്, അതും ഇതേപോലെ വന്ന് പത്രത്തിലേക്ക് വന്ന് വലിയ വാർത്തയായതാണ്. വളരെ വലിയ ട്രോമയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എന്താ കഥ? ഈ ന്യൂയോർക്ക് ടൈംസിലും ഇതുപോലുള്ള സാധനത്തിലൊക്കെ വന്ന് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ചിത്രം. യഥാർത്ഥത്തിൽ ഈ കുട്ടികളുടെ പ്രശ്നം എന്താണ്? അതിൽ ഒന്നാമത്തെ കുട്ടി, അതായത് 1.5 വയസ്സുള്ള കുട്ടിയെ, അതായത് ഗാസയിൽ നിന്ന് വന്ന മുഹമ്മദ് അൽ മുത്തവഖ്, അയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് മസിൽ ഡിസോർഡറാണ്. അത് മസ്കുലർ ഡിസ്ട്രോഫി ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഇതേപോലെ ഒരു ജനറ്റിക് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്, ജനിച്ചപ്പോൾ മുതലുണ്ടായിട്ടുള്ള ഒരു പ്രശ്നം. മാത്രമല്ല, ഈ കുട്ടിയുടെ ചിത്രം കൊടുക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ കുട്ടിയുടെ ജ്യേഷ്ഠൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ ജ്യേഷ്ഠന് നോക്കുക, ആ ജ്യേഷ്ഠന് അവിടെ ഒരു തരത്തിലുള്ള മാൽന്യൂട്രീഷനും ഇല്ല, സ്റ്റാർവേഷനും ഇല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോഴും നിങ്ങൾക്ക് തോന്നാം, അത് അവന് ഭക്ഷണം കിട്ടിയതുകൊണ്ടാണ്, ഈ കുട്ടിക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അവിടെ ഉണ്ട് പ്രശ്നം. കാരണം എന്താണ്? ഈ
ചിത്രവും ഈ വീഡിയോ ഒക്കെ ഇന്നും ഇന്നലെ വന്നതല്ല. ഇതിന് മുന്നേ തന്നെ ഇതേ CNN പണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ആ വീഡിയോ ഒന്ന് കണ്ടോ. വഫ ഹുസൈൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. അപ്പോൾ ചിത്രം കണ്ടിട്ട് ട്രോമ വരുമ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഹമാസിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അതിൽ നിങ്ങൾ പെട്ടുപോയി വീണുപോയി. ഇനി അതിൽ നിന്ന് കരകയറണമെന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യം അറിയുക, വസ്തുത അറിയുക എന്നുള്ളതേ നിങ്ങളുടെ മുന്നിലുള്ള വഴിയുള്ളൂ. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് കണ്ടാളാം. അപ്പോൾ ആ വീഡിയോ ഇതാ. 3-year-old Muhammad weighs just 13 pounds. His cries speak to all that he is lacking. Muhammad suffers from a muscle disorder. A muscle disorder. ഇംഗ്ലീഷ് അറിയുന്ന ആളാണല്ലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് മുന്നേ വന്ന വാർത്തയാണ്. ഇത് 2021 വന്ന വാർത്തയാണത്. അതും അതിന് മുന്നേ, ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഇത് CNN അന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? അന്ന് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ട്രോമ വല്ലതും വന്നോ? ഇനി അഥവാ നിങ്ങൾക്ക് ട്രോമയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ശരീരമാണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളിത് യമനിലേക്ക് നോക്കൂ. ഇന്ന് ലോകത്ത് പട്ടിണി കൊണ്ട് പരിവട്ടം അനുഭവിക്കുന്ന ആളുകൾ, മരിച്ചു വീഴുന്ന ആളുകളുടെ എണ്ണവും അവരുടെ പരിവേദനയും കണ്ട് നിങ്ങൾക്ക് മനസ്സലിയാൻ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട സ്ഥലം ഒന്ന് സുഡാൻ, 2 യമൻ, പിന്നത് അഫ്ഗാനിസ്ഥാൻ, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചു വീണിട്ടുള്ള, അതായത് ഇർറിപ്പയറബിൾ എന്ന് വരെ എഴുതി വച്ചിരിക്കുകയാണ് UN ഒക്കെ. അതാണ് യമനിലേക്ക് അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ ഇതിനോടകം തന്നെ മരിച്ചു വീണ കുട്ടികളുടെ കണക്ക് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 1 മില്യൺ ആളുകൾ അവിടെ മരിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ 2015 ശേഷം. നിങ്ങൾ എപ്പോഴെങ്കിലും അത് കണ്ടിട്ട് ട്രോമ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടോ? കാരണം എന്താണ് പറയാൻ തോന്നില്ല, കാരണം ചിത്രമില്ല, അതുകൊണ്ടാണ്. കാരണം ഇതിൻ്റെ പേരിൽ ഇതേപോലെ ഈ സ്റ്റേജ്ഡ് ആയിട്ടുള്ള മറ്റ് പല കപട ചിത്രങ്ങളും വെച്ചുകൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ ഹമാസ് ഉള്ളതുപോലെ യമനിന് വേണ്ടിയിട്ട് ആരും രംഗത്തിറങ്ങാനില്ല. ആ കൂടി ഉണ്ടായിരുന്നത് നമ്മളെ കാന്തപുരമാണ്. കാന്തപുരത്തിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. യമനിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്നിപ്പോൾ മൂപ്പർക്ക് ഉറക്കത്തിൽ വരെ ഞെട്ടലാണെന്നാണ് കേൾക്കണത്. എന്തായാലും ആവട്ടെ, ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ചിത്രമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രോമ വരാഞ്ഞത്. ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾ ട്രോമ വന്നു, പക്ഷേ അത് റോങ് കാരണത്തിനായി പോയി എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇത് ഒരു കാര്യം. ഇനി അടുത്തത് മറ്റൊരു ചിത്രം, ഇതേപോലെ ഒരു ചിത്രം വെച്ചിട്ട് വീണ്ടും ഒരു വാർത്ത. ഈ കുട്ടിയുടെ പ്രശ്നം എന്തായിരുന്നു? ഈ കുട്ടിക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് ആണ്. അതായത് ഇങ്ങനെയുള്ള കുട്ടികളിൽ മാൽന്യൂട്രീഷൻ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ഇത് സ്റ്റാർവേഷൻ കൊണ്ടല്ല ഇതുണ്ടാകുന്നത് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അവിടെ പട്ടിണി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയില്ല. നിങ്ങൾ അത് ഉണ്ടെന്ന് സ്ഥാപിക്കാൻ കൊണ്ടുവന്ന ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഒരു ചിത്രം പോലും അവിടെ പട്ടിണി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഈ പറയുന്ന ചിത്രം പബ്ലിഷ് ചെയ്തതിൻ്റെ പേരിൽ ന്യൂയോർക്ക് ടൈംസ് തന്നെ അത് റോൾ ബാക്ക് ചെയ്തു. ഇത് സ്റ്റാർവേഷൻ അല്ല എന്ന് മാത്രമല്ല, അവരതിനകത്തൊരു നോട്ട് വരെ ചേർക്കുന്ന അവസ്ഥയാണ്. ആ നോട്ടിൽ എന്താ എഴുതിയിരിക്കും? ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു എന്ന് അവർ നോട്ട് രണ്ടാമത് എഴുതി ചേർത്തു. ഇത് നിങ്ങൾ അറിഞ്ഞു. അപ്പോൾ ആദ്യത്തെ കാര്യം മാത്രമേ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. രണ്ടാമത് അവർ അതിനകത്ത് നോട്ട് എഴുതി ചേർത്ത് തിരുത്തു കൊടുത്ത സാധനം നിങ്ങൾ അറിഞ്ഞില്ല. ഇത് നമ്മുടെ നാട്ടിൽ പറയുന്ന കാര്യമാണ്. എപ്പോഴാണ് പറയാറുള്ളത്? തീവ്രവാദ ബന്ധം, അവിടെ ഒരു സ്ഫോടനമുണ്ടായി, 2 കാക്കാമാർ അറസ്റ്റിൽ എന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ അവരുടെ കേസ് തെളിയുന്നു, അവർ ഇതിനകത്ത് പങ്കില്ല, അവർ വെറുതെ വിട്ടയക്കുന്നു എന്നുള്ളത് അത് മൂലയിൽ എവിടെയെങ്കിലും ഒരു വാർത്ത. ഇതാണല്ലോ നിങ്ങളുടെ പരാതി, അത് തന്നെയാണ് നമ്മളുടെ ഇവിടുത്തെ പരാതി. അപ്പോൾ ബാലൻസ് ആയല്ലോ. അതായത് ആദ്യത്തെ വാർത്ത വലിയ പട്ടിണി ഉണ്ടെന്ന് കൊടുത്തു, രണ്ടാമത്തെ തിരുത്ത് ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ 1-1 നമ്മൾ രണ്ടുപേരും തൽക്കാലം അതങ്ങ് സുൽഹാക്കി കളയാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ മാതിരി സാധനത്തിലൊക്കെ പെട്ടുപോകാൻ നിങ്ങൾക്ക് നാണില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി അഥവാ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വീണ്ടും വല്ലാത്ത ദാഹമുണ്ട്, ട്രോമ ഉണ്ടാകാനും മനുഷ്യ സ്നേഹം പ്രകടിപ്പിക്കാനെന്നുണ്ടെങ്കിൽ ഇതേ ഒരു യഥാർത്ഥത്തിലുള്ളൊരു വാർത്ത. ഇത് സിറിയയിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. അത് എന്തിനു വേണ്ടിയിട്ട്? അവിടുത്തെ ഈ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളുടെ ഗ്രാമങ്ങൾ കയ്യേറിക്കൊണ്ട് അവിടെയുള്ള ആളുകളുടെ ജീവൻ അവിടെ കൊന്നുതള്ളി. 1000-ലധികം ആളുകൾ കൊന്നു തള്ളിക്കഴിഞ്ഞു ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ. നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളെപ്പോഴെങ്കിലും നിലവിളിച്ചോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ട്രോമ ഉണ്ടായോ? ഇല്ലല്ലോ. അപ്പോൾ ഒന്നുണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ മാനിപ്പുലേറ്റ് ചെയ്ത മാതിരിയുള്ള അത്രമാത്രം മണ്ടിയാണല്ലോ നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒന്ന് നിങ്ങൾ ശ്രമിക്കുകയാണ്. അത്ര ഇത് വെച്ചുകൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ മാത്രമുള്ളൊരു മണ്ടത്തരം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാണ്. ഡിങ്ക, നിങ്ങളുടെ ട്രോമ ഉണ്ടാകണമേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തേക്കാം. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ പറയുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലം കയ്യേറിയും അവരുടെ കുട്ടികളുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ, അവിടുത്തെ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി കണ്ടെത്തി വെച്ചിട്ടുള്ള കാര്യം, കൃഷിഭൂമി, അവരുടെ മറ്റ് റിസോഴ്സസ്, ഇതെല്ലാം തന്നെ അവിടെ നശിപ്പിച്ച് അവരിന്ന് പട്ടിണി കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അവർ നേരിട്ട് വന്നിട്ട് ആവശ്യപ്പെടുന്നതാണ് ഇവിടെ കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വെറുതെ ക്യാമറ മുകളിലേക്ക് എഴുതിയ ഇതിനകത്ത് ചിത്രങ്ങൾ എത്ര വേണേലും കിട്ടും. ഏതായാലും ഇവരുടെ പട്ടിണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പട്ടിണി കിടന്നിട്ടുള്ള മരണം ആയിട്ടില്ല, അത് ആവുന്നതിന് മുന്നേ ഉള്ളതാണ്. അപ്പോൾ ഇപ്പോഴേ ട്രോമ ഉണ്ടായാൽ ഓടുന്ന നായ്ക്ക് 3/4 മുഴ മുന്നേ എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഒന്ന് കണ്ടേക്കാം. Attacked by brutal people who have no religion, no morals, no humanity. They just came to Sweden to kill. We are in Sweden.
They just did that to kill, to അപ്പോൾ മുഴുവൻ വീഡിയോ ഇതിലില്ല. ഏതായാലും ഇത് സുവൈദ എന്ന് പറഞ്ഞ സ്ഥലം, അത് സിറിയയിലുള്ളത് ഡ്രൂസ് വംശജരായിട്ടുള്ള ആളുകൾ ജീവിച്ചിരുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ വേറെ ഉണ്ട്, എന്താണെന്നറിയില്ല, ഇതിനകത്ത് ഒരു എറർ വന്നിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് മുഴുവൻ ഇടാം. ഓക്കെ, എഡിറ്റർ പ്ലീസ് നോട്ട്, അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് മുഴുവൻ ഇടാം. അപ്പോൾ ഏതായാലും അവിടെ നിന്ന് വന്നിട്ടുള്ള ബാക്കി ചിത്രങ്ങൾ ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അതായത് അവിടെ എയ്ഡ് അവിടെ കെട്ടിക്കടന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൊടുക്കേണ്ട ആളുകൾ UN, അവരത് കൊടുക്കാതിരിക്കുന്നു. അതിവിടെ കൊട്ടക്കണക്കിന് പെല്ലറ്റ് കണക്കിന് അവിടെ കിടക്കുമ്പോൾ അവിടെ അത് വിതരണം ചെയ്യാതെയാണ് ഈ ഗാസൻ ജനതയെ പട്ടിണിക്കിടുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് ഇത് ഈ ഹമാസിൻ്റെ ആളുകൾ തട്ടിക്കൊണ്ടു പോകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുന്നത് വീഡിയോ ഷോസ് ഹമാസ് സ്റ്റീലിംഗ് എയ്ഡ് ഫ്രം ദെയർ ഓൺ പീപ്പിൾ. ഇതാണ് അവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ സ്വന്തം ജനതയ്ക്ക് ലഭിക്കേണ്ട, ഫ്രീ ആയിട്ട് ലഭിക്കേണ്ട എയ്ഡ് അത് ഈ പറയുന്ന ഹമാസിൻ്റെ ഈ പട്ടാളക്കാർ, സ്വാതന്ത്ര്യ സമര പോരാളികൾ തട്ടിക്കൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ എം വെരി സോറി. നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള അത്രയും ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ ഒരു തവണ തന്നെ ഹമാസ് അവിടെ പറ്റിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഓവർലോഡ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും അതാണൊന്ന്. രണ്ട്, ഈ എയ്ഡ് എടുത്തുകൊണ്ട് പോകുന്ന ഗാസൻസ് ആയിട്ടുള്ള ആളുകളെ തല്ലുന്ന ഹമാസ്. ഇത് നിരന്തരം, ഇത് ഒരു ചിത്രമല്ലേ എനിക്കിപ്പോൾ ഇടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കണ്ടെത്താം. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇഷ്ടംപോലെ ടെലഗ്രാമുകൾ തോറും നിറഞ്ഞു കവിഞ്ഞ് നടക്കുന്നതാണ്. അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന എന്താണ്, അതായത് സ്വന്തം ജനതയെ തല്ലിക്കൊല്ലുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ. ഇതിനെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. ഇത് കൊടുക്കാതിരിക്കുമ്പോൾ ഇതിൽ ആരെങ്കിലും തല്ലുകൊണ്ട് ആരെങ്കിലും ചത്തെന്ന് വിചാരിക്കുക, അതിൻ്റെ പഴിയും ഇസ്രായേലിൻ്റെ തലയിൽ ഇടും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിൽ ഒരു കുട്ടി മരിച്ചു എന്ന് വിചാരിക്കുക, ആ കുട്ടിയെ കൊന്നത് ഇസ്രായേലാന്ന് പറയും. ഈ മാതിരി ഉടായ്പൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾക്കേ പറ്റൂ, നമുക്ക് പറ്റില്ല. ഇനി അതുമല്ല, ഇനി മറ്റൊരു ചിത്രം ഇതാണ്. ഹമാസ് ടെററിസ്റ്റ് ഈറ്റ് വെൽ ഇൻ ടണൽസ് വൈൽ സിവിലിയൻസ് ഗോ ഹംഗ്രി. അതായത് അവർ ടണലിലിരുന്ന് സുഭിക്ഷമായിട്ടിരുന്ന് ഭക്ഷിക്കുന്നതിൻ്റെ ചിത്രം, അവർ കഴിക്കുന്ന ഫലഭൂയിഷ്ടമായ സാധനങ്ങളുടെ ആ വെറൈറ്റി, ഇതൊക്കെ അവരവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാങ്കോ ഉണ്ട്, ഉന്നക്കായ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന സാധനം അത് നിങ്ങൾക്ക് കാണാം. കോൾമയർ കൊള്ളാം എന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും കാണിച്ച് സമയം കളയുന്നില്ല, ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഇനി അതുകൂടാതെ വീണ്ടും ഹമാസ് സ്റ്റീലിംഗ് എയ്ഡ് അഗെയിൻ നമുക്ക് കാണാം. ഇതുപോലെ ലോറികൾ അടിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ കാഴ്ച, വെടിവെക്കുന്ന കാഴ്ച, ഇതൊക്കെ കാണാം. അതുകൂടാതെ മറ്റ് ചില വാർത്തകൾ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പ്ലേ ചെയ്തതാണ്. അവിടെ കെട്ടുകണക്കിന്, പെല്ലറ്റ് കണക്കിന് ഈ എയ്ഡ് അവിടെ ഇങ്ങനെ വിതരണം ചെയ്യാതെ അവിടെ കിടക്കുന്നത്, അവിടെ വീഡിയോ പുറത്ത് വന്നിട്ടുള്ളത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഓരോരോ ആളുകൾ അവിടെ പോയിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് പുറത്ത് വിടുന്നുണ്ട്. നിങ്ങളുടെ കള്ളത്തരമൊന്നും ഇവിടെ നടക്കില്ല എന്നുള്ളതാണ്. ഇനി അതും കൂടാതെ പാനിക് മോഡിലേക്ക് പോയി ഇസ്രായേൽ ചെയ്യുന്ന എന്താണ്, എയർ ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥ. ഇത് കഴിഞ്ഞ ദിവസം ചെയ്തതാണ്, 25 വന്ന വീഡിയോ ആണിത്. അതിൽ നിങ്ങൾക്ക് കാണാം അവിടെ ഹമാസിൻ്റെ ഭീഷണിയോ അതല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്നുള്ള ആ ഒരു ഭയം ഒക്കെ മാറ്റി വെച്ചിട്ട് നാട് മുഴുവൻ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇസ്രായേലിൻ്റെ മുന്നിലുള്ള വഴി എന്താണ്, ഇതിങ്ങനെ വിതരണം ചെയ്യുക. ഇത് വളരെ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. കാരണം ഇത് ആർക്കാ കിട്ടുക, ആർക്കാ കിട്ടാത്തത്, എത്ര പേർക്ക് കിട്ടി, ഇതിനൊന്നും ഒരു കണക്കുണ്ടാവില്ല. കിട്ടണത് മുഴുവൻ ചിലപ്പോൾ ഏതെങ്കിലും ഹമാസിൻ്റെ മുതലാളിക്കായിരിക്കും. അയാൾ അത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, അയാൾ കൊണ്ടുപോയിട്ട് ചെയ്യുന്ന എന്താണ്, ഇതേമാതിരി അവിടെ കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യും. ഞാൻ ഏതായാലും ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഗാസയിലെ പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു സാധനമാണ്. വളരെ ഒരു എന്താ പറയുക, ഒരു ഐറണിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പട്ടിണി ഉണ്ടെന്ന് കാണിക്കാൻ നിങ്ങൾക്കൊരു ഒറിജിനൽ ഫോട്ടോ ഇല്ല. എന്നാൽ പട്ടിണി ഉണ്ടെന്ന് കാണിക്കുന്ന ഫോട്ടോ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും രോഗിയായ കുട്ടി ഉണ്ടാവും, എന്നിട്ട് ആ കുട്ടിയുടെ ഉമ്മ ഒരു 150 കിലോയും ഉണ്ടാവും. ഇതാണ് നിങ്ങളുടെ ഫോട്ടോ. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഗാസയിലെ പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പണ്ട് ഏതൊരു സിനിമയിൽ മാമുക്കായ എന്നെ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അതിൽ പറയുന്ന ഈ പെട്രോൾ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു ചുറ്റുമ്പോൾ മാമുക്കായ പറയാം, അത് അങ്ങ് ദുബായിലെല്ലാം വലത്തുനിന്ന് ഇടത്തോട്ടാണല്ലോ എന്ന് പറഞ്ഞ മാതിരി ഗാസയിൽ പോയി പട്ടിണി കിടന്നാൽ നിങ്ങൾ 50 കിലോ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ പോയി വരുമ്പോൾ ഒരു 500 കിലോയെങ്കിലും ആവും എന്നതാണ് ഗാസയിലെ പട്ടിണിയുടെ ഒരു പ്രത്യേകത എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ അവിടെ പോയി ഒരു 10-72 ദിവസം പട്ടിണി കിടന്നപ്പോൾ എൻ്റെ കോലാണ് ഈ കാണുന്നത്. 50-40 കിലോ ഉണ്ടായിരുന്ന ഞാൻ പിന്നീട് അവിടെ നിന്ന് തിരിച്ചൊരു 786 കിലോ ആണ് എൻ്റെ ശരീരഭാരം ആയിട്ട് മാറിയത്. ഇതാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതെൻ്റെ ക്ലോസ് ഫ്രണ്ട് റിയ സജസ്റ്റ് ചെയ്താണ്. അതുപോലെ നിങ്ങൾക്കുണ്ടാവില്ല ഏതെങ്കിലുമൊക്കെ റിയാമാർ. അപ്പോൾ ആരെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്താൽ പോവുക, അവിടെ ചെല്ലുക, അവിടെ പോയിട്ട് മറ്റേ ഗാസ ബസ് സ്റ്റാൻഡിൽ തന്നെ ചെല്ലുക. അവിടെയാണ് നല്ല മണൽ കിട്ടുക, വിശക്കുമ്പോൾ മണലെടുത്ത് തിന്നുക. പിന്നെ അതുകൂടാതെ നല്ല ക്വാളിറ്റി ഉപ്പും കിട്ടും, അത് വെള്ളത്തിൽ ചേർത്ത് കുടിക്കുക ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അവിടെ അൽ ജസീറയുടെ പത്രം വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ചിട്ട് അതിനകത്ത് വിരിച്ച് നിങ്ങൾ കിടക്കുക. 72 ദിവസം ഒന്നും വേണ്ടിയല്ല. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, മാനസിക ട്രോമയ്ക്ക് അനുസരിച്ചിരിക്കുക. അത് അത്രയും എത്ര വലിയ ട്രോമയാണോ അത്രയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ചെന്ന് അവിടെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ പട്ടിണി കിടന്ന് നല്ലൊരു പട്ടിണിക്കോലമായിട്ട് മാറാം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ വിശ്വസിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ അങ്ങനെയൊന്നും നമ്മൾ നിർബന്ധിക്കുന്നൊന്നുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ സാധനം ശരിയാണോ എന്ന് ആദ്യം പോയിട്ട് നോക്കുക, വെരിഫൈ ചെയ്യുക, സ്വന്തമായിട്ട് അത് വെരിഫൈ
വെരിഫൈ ചെയ്തിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക. ഇങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. ഇതെല്ലാവർക്കും പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി നിങ്ങൾ പറഞ്ഞാൽ മാത്രമാണ്, നിങ്ങൾ ശകാരിച്ചാൽ മാത്രമാണ് നാട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ നമുക്കില്ല. നമ്മൾ ആരെയും പാട്രണൈസ് ചെയ്യുന്നില്ല. നിങ്ങൾക്കും ബുദ്ധിയുണ്ട്, നിങ്ങൾക്കും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, നിങ്ങളും ഒരു ചിന്ത ഉള്ള ആളുകൾ തന്നെയാണ് എന്ന് ഒരു പൂർണ്ണ വിശ്വാസം നമുക്കുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു, ഇതൊക്കെ നിങ്ങൾ പോയി അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു സ്വയം തീരുമാനത്തിലെത്തുക. ഇതാണ് ഞാൻ പറയുക. അപ്പോൾ ആ ഒരു രീതിയിലൂടെ പോയാലല്ലാതെ നമുക്കിങ്ങനെ ഉരുട്ടി തന്നുകൊണ്ട് സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കാര്യം നേടാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്കിതിൽ അവസാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും നമുക്കിനിയിപ്പോൾ കുറച്ച് കോളേഴ്സിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കിടക്കാം. നല്ല സമയം 22:22.